മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. മുഹൂർത്ത വ്യാപാരം കഴിഞ്ഞു. നിഫ്റ്റി 8000-ന് മുകളിൽ ഏകദേശം സ്ഥിരതയാർജിക്കുന്ന കാഴ്ച ഒരുപക്ഷെ അടുത്ത ആഴ്ചകളിൽ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം മികച്ച റിസൾട്ടുകളും വരുന്നു. ഇങ്ങനെ പൊതുവെ അനുകൂലമായൊരു അന്തരീക്ഷം ഇന്ത്യൻ വിപണികളിലുണ്ട്. വിപണിയെക്കുറിച്ച് സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N. ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, ഏതായാലും മുഹൂർത്ത വ്യാപാരം ശരിക്കും വളരെ ഏറെ വർഷങ്ങൾക്ക് ശേഷം വളരെ അനുകൂലമായി അനുഭവപ്പെട്ടു. പൊതുവെ എല്ലാ ബ്രോക്കിംഗ് ഫേമുകളിൽ നിന്നും വളരെ വലിയ രീതിയിൽ, കേരളത്തിലെ ബ്രോക്കിംഗ് ഫേമുകളിൽ നിന്നെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടത്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇത്തവണ കൂടുതലുണ്ടായിരുന്നു എന്ന് കേട്ടു. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഡൗ ജോൺസ് വ്യാഴാഴ്ച ദിവസം വളരെ മികച്ച നിലയിലാണ് കണ്ടത്. എന്തുതന്നെയായാലും തിങ്കളാഴ്ച ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത എത്രത്തോളമാണ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് മൺഡേ നമുക്ക് പ്രതീക്ഷിക്കാം. ജനറലി മാർക്കറ്റിലൊരു മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. ഒന്ന് റിസൾട്ടുകൾ വന്നതെല്ലാം തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. ടോട്ടൽ സിറ്റുവേഷൻ മാർക്കറ്റിന് അനുകൂലമാണ്. ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ആ മൊമെൻറ്റം വളരെ പോസിറ്റീവായി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത. അതുകൂടാതെ FIs കുറേ നാളുകൾക്ക് ശേഷം ബൈയിങ് സൈഡിലേക്ക് വന്നു എന്നുള്ളതൊരു പോസിറ്റീവ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലാണ്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റിൽ, ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ് എന്നുള്ളതൊരു പോസിറ്റീവ്. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരുന്നു. എക്കണോമിയിൽ നിന്ന് വളരെ ബെറ്റർ ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഗ്ലോബൽ സിറ്റുവേഷൻ വീണ്ടും വഷളാകുകയാണെങ്കിൽ മാർക്കറ്റിൽ സെൽ ഓഫ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനിൽ ഒരു മോശം ന്യൂസ് വരാനില്ല. എനിക്ക് തോന്നുന്നു വളരെ നല്ല റിസൾട്ട് വരാനാണ് സാധ്യത. ഇതുവരെ വന്നിരിക്കുന്ന റിസൾട്ടുകളും പൊതുവെ അനുകൂലമാണ് എന്ന് തോന്നുന്നു. ചില കമ്പനികളുടേത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മികച്ച റിസൾട്ടുകളാണ്. മറ്റൊന്ന്, ബാങ്ക് ഉടൻ തന്നെ റിസർവ് ബാങ്ക് ഒരുപക്ഷെ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപുള്ള അവസാന പാത, ഈ വർഷത്തിന് അവസാനിക്കുന്നതിന് മുമ്പുള്ള റിസർവ് ബാങ്കിന്റെ വായ്പ നയത്തിൽ ഒരു ബാങ്ക് വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ഉതകുന്ന തരത്തിൽ റീപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ക്രൂഡിന്റെ വില വലിയ രീതിയിൽ ഇടിഞ്ഞു നിൽക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബെറ്റർ ന്യൂസ് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത്. ആ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത, അത് മാർക്കറ്റിൽ വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. അതാണ് മാർക്കറ്റ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്ന ട്രിഗർ. അല്ല, അതിൽ വളരെ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ, ഇപ്പോൾ പിന്നീട് റിപ്പോർട്ടുകൾ പലതും വന്നത്, റിസർവ് ബാങ്കിന്റെ അവസാന യോഗത്തിൽ പോലും രഘുറാം രാജൻ ഒഴിച്ച് ബാക്കി എല്ലാവരും റേറ്റ് കട്ട് വേണം എന്ന തരത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഓണററി പൊസിഷൻ വെച്ചിട്ടാണ് അദ്ദേഹം അത് ബൈപ്പാസ് ചെയ്ത് വേണ്ട, റേറ്റ് കട്ട് തൽക്കാലം ഇപ്പോൾ വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഒട്ടേറെ വാർത്തകൾ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല, രാംദേവ് അഗർവാൾ തുടങ്ങിയ മാർക്കറ്റിലെ വെറ്ററൻസ് ആയിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും പറയുന്നത് ഒരുപക്ഷെ വിപണിയിൽ ഒരു വിലക്കയറ്റം ഉണ്ടാവാൻ പോവുകയാണ്, ഓഹരി പിടിച്ചാൽ കിട്ടത്തില്ലാത്ത രീതിയിൽ പോകും എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോഴത്തെ കമന്റുകൾ വരുന്നത്. ഈ സാഹചര്യത്തിൽ അങ്ങനെ വന്നാൽ, അങ്ങനെ എല്ലാവരും ബുള്ളിഷാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ സാഹചര്യം വന്നാൽ ഏത് തരത്തിലുള്ള ഓഹരികളായിരിക്കും മുന്നേറുക? മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നല്ല കമ്പനികൾ എപ്പോഴും നല്ല സ്റ്റോക്ക് ആവണമെന്നില്ല. തീർച്ചയായിട്ടും. അല്ല, സനൽ പറഞ്ഞത് ശരിയാണ്. എല്ലാ സെക്ടറും ഇതിൽ ഒരു ബുൾ റൈഡിൽ എല്ലാ സ്റ്റോക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എനിക്ക് പഴയ കാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഫണ്ടമെന്റലി സൗണ്ട് അല്ലാത്ത സ്റ്റോക്കുകൾ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു കുറവുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറയാറുണ്ട്, ഒരു ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കമ്പനികൾ മാത്രമേ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. മാർക്കറ്റ് മെച്യൂർഡായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നല്ല ബാലൻസ് ഷീറ്റുള്ള, നല്ല മാനേജ്മെൻറ്റുള്ള കമ്പനികളായിരിക്കും പ്രധാനമായിട്ടും ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കാരണം സെബി ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും RBI ആണെങ്കിലും വളരെ കോഷ്യസ് ആണ്. മാർക്കറ്റിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും അവർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫ്രോഡ് മാർക്കറ്റിലൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരികയും ചെയ്യണം. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടണമെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ്, അതിൽ സെബി ആണെങ്കിൽ ശരി, എക്സ്ചേഞ്ച്, ബ്രോക്കിംഗ് ഹൗസസ്, ഇവരൊക്കെ തന്നെ വളരെയധികം അവയർനെസ് പ്രോഗ്രാംസ്. ഇപ്പോൾ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻഫ്ലേഷൻ നമുക്ക് 7.88% ഏത് കമ്പനികൾ, നല്ല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് തരും. ഇപ്പോൾ ഒരു വർഷത്തിൽ 8% മുകളിൽ റിട്ടേൺ കിട്ടാം. തീർച്ചയായിട്ടും. കാരണം കിട്ടാം എന്ന് പറയുന്നത് കഴിഞ്ഞ 6 വർഷത്തിൽ അതിന് മുകളിൽ തീർച്ചയായിട്ടും കിട്ടും. കാരണം ബാങ്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ ഗ്രോത്തും എക്കണോമിക് ഗ്രോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും. ഈ സാഹചര്യത്തിൽ
കമ്പനികൾ പെർഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു 15-20% റിട്ടേൺ നെക്സ്റ്റ് ഇയർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് നല്ല കമ്പനികൾ. അപ്പോൾ ഇവിടെ കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഗ്ലോബൽ ന്യൂസുകൾ, മാർക്കറ്റിൽ എഗെയിൻ കറക്ഷൻ സംഭവിക്കാം. എല്ലാ സിറ്റുവേഷനും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ നല്ല ഷേപ്പിലായിരുന്നു. FISന്റെ ഒരു സെല്ല്, അത് ഗ്ലോബൽ സിറ്റുവേഷൻ യൂറോപ്പിൽ നിന്ന്, എസ്പെഷ്യലി യൂറോപ്പിൽ നിന്ന് വന്ന മോശം ന്യൂസ് ആയിരുന്നു FISന്റെ ഒരു സെല്ലിംഗ് മോഡിലേക്ക് കൊണ്ടുപോയത്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നു. നമ്മൾക്കറിയാം L&T ആണെങ്കിലും ബാങ്കിങ് സ്റ്റോക്കുകളും എല്ലാ സ്റ്റോക്കുകളും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷനെ നേരിട്ടു. എന്നാൽ ഒരു 1 വീക്ക് കൊണ്ട് സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഷാർപ്പായിട്ടുള്ള കറക്ഷൻ. കാരണം ഈ സ്റ്റോക്കിൽ ഒന്നും സംഭവിക്കാതെ സ്റ്റോക്ക് ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന കറക്ഷൻ അത് ചില സ്റ്റോക്കിനെ വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് മോഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സാഹചര്യം ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കി അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടണമെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ളത് ആളുകൾ നിർത്തണം. റീറ്റെയിലേഴ്സ് പ്രധാനമായിട്ടും വരുന്നത് സ്പെക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് മാറി നല്ല കമ്പനികളുടെ പാർട്ടാകുക എന്നുള്ളതും നല്ല കമ്പനികൾ തിരഞ്ഞെടുത്ത് ലോങ് ടേം വ്യൂയോടുകൂടി ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എനിക്കൊന്ന് ഈ പാർട്ടിസിപ്പേഷൻ കൂടും. അതിനൊരു വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടതുപോലെ സ്പെക്കുലേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഈ ടിപ്സിന് പുറകെ ആളുകൾ പോകുന്നില്ല. ഇപ്പോൾ വളരെ മെച്യൂർഡാണ്, ഇൻവെസ്റ്റേഴ്സും വളരെ മെച്യൂർഡായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഫണ്ടിനെ കുറിച്ച് അവർ വെൽ അവെയറാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മോശം പ്രവണത എന്ന് പറയുന്നത് സ്പെൻഡിങ് കൾച്ചർ വളരെയധികം കൂടിയിട്ടുണ്ട്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും ഏറ്റവും മോശം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ വളരെയധികം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഫെസിലിറ്റി വളരെ കൂടുതലാണ്. വലിയ വലിയ ഷോപ്പിംഗ് മോൾ, ഡ്രസ്സ്, ഓൺലൈൻ ഷോപ്പിംഗ്, വെഹിക്കിൾ ഷോറൂംസ്, 2 വീലർ ആണെങ്കിലും 4 വീലർ, ഇങ്ങനെ മൊത്തത്തിൽ ബിസിനസിനെ സഹായിക്കില്ല. അല്ല, ബിസിനസിനെ സഹായിക്കുമ്പോഴും ആളുകളുടെ കയ്യിലുള്ള ഫണ്ട് ലിവറേജ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളൊരു ഫോറിൻ കൾച്ചർ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഫീലാണ് വരുന്നത്. നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ പോലും അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നത് അപകടകരം. അതാണ് അത് ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്പെൻഡിങ് ആയിരിക്കണം. ഇൻകം കുറയുകയും സ്പെൻഡിങ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതല്ല, എനിക്ക് ടോട്ടലി ഒരു ചേഞ്ച് സംഭവിച്ചു. എല്ലാ മെട്രോ സിറ്റി കാണുമ്പോഴും ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടി. പക്ഷെ അത് റിയൽ മണി ആണോ എന്നുള്ളത് നമ്മളൊന്ന് യെസ് മേ ബി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗവൺമെന്റ് അതോറിറ്റിയൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ചെറുപ്പകാലങ്ങളൊക്കെ എടുത്താൽ ബാങ്ക് ഡെപ്പോസിറ്റ്, ചിട്ടി, അങ്ങനെ ആളുകളെ സംബന്ധിച്ച് എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്നൊരു പുതിയ കാർ പഴയതാകുമ്പോൾ അടുത്ത കാറിലേക്ക് പോകുന്നു, അതിൽ ഡ്രസ്സ് കുറച്ച് നാൾ ഉപയോഗിക്കുന്നു, അങ്ങനെ അത് വലിയ വലിയ ഷോപ്പിംഗ് മാൾ, ഫുഡ് ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കൾച്ചർ വളരെയധികം വരുന്നുണ്ട്. അപ്പോൾ ഒരു സേവിങ്സ് എന്നുള്ളത് മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതിലുപരി ഒന്നുകിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ, ആ ഒരു രീതിയിലേക്ക് ടോട്ടൽ ഒരു കൾച്ചർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് മാറി ഇവിടെയാണ് ഞാൻ പറയുന്നത് ഒരു ബിസിനസിന്റെ പാർട്ടായി മാറുക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലെവലിൽ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കണം. മുമ്പൊക്കെ ബാങ്കുകൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എനിക്ക് ഇന്ന് തോന്നുന്നത് ബാങ്കുകൾ ലോൺ എടുക്കാനും റീറ്റെയിലേഴ്സ് അതുപോലെ ഫൈനാൻസ് കമ്പനികളൊക്കെ തന്നെ ആളുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ലോൺ എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണെങ്കിലും ശരി, ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിലും എന്ത് ഇൻവെസ്റ്റ്മെന്റിനും ആളുകൾ തയ്യാറാകും. യഥാർത്ഥമായ വളർച്ച അതിലായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ആളുകൾ ഈ ക്രെഡിറ്റ് കാർഡിനെയൊക്കെ ബേസ് ചെയ്ത് കടമെടുത്തും മറ്റും വസ്തുക്കൾ വാങ്ങിക്കൂട്ടി. മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം. അതുപോലെ ഇന്നത്തെ സിറ്റുവേഷൻ മാറി സനൽ. ഇപ്പൊ ഇതൊരു നല്ലതല്ലേ എന്ന് സനൽ ചോദിക്കുമ്പോൾ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യയുടെ പ്രൊഡക്റ്റ് മാത്രമായിരിക്കില്ല ഇവിടെ സെല്ല് ചെയ്തു പോകുന്നത്. പലപ്പോഴും ഇതിന്റെ ബെനിഫിറ്റ് ഇങ്ങനെ ഒരു പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ വെഹിക്കിൾ ആണെങ്കിലും ശരി, ടെക്സ്റ്റൈൽ ആണെങ്കിലും ശരി, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, ഈവൻ സൺഗ്ലാസ് ആണെങ്കിലും ശരി, ഡ്രസ്സ് ആണെങ്കിലും ശരി, ഇതൊക്കെ ഫണ്ട് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പർച്ചേസ് വലിയൊരു കൺസ്യൂമർ ഗ്രൂപ്പ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ റീറ്റെയിലേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ റീസൺ. അത് നമ്മുടെ പൈസ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണോ എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സ്പെൻഡിങ് കൾച്ചർ കുറയ്ക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് ലെവലും ഇൻഡിവിജ്വൽ ലെവലിലും നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം അതിന് ഏറ്റവും നല്ലത് ഇതിനെ ബീറ്റ് ചെയ്യണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും സൺഗ്ലാസ് ആണെങ്കിലും വെഹിക്കിൾ ആണെങ്കിലും അപ്പോൾ ആ ബിസിനസിന്റെ പാർട്ടാകാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ കിട്ടുന്ന ഡെപ്പോസിറ്റിൽ ഉപരി ഒരു റിട്ടേൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും സനൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നല്ലതാണ്, ഈ കമ്പനികൾ ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ഇതെങ്ങനെ
ഗ്രാബ് ചെയ്യും എന്നുള്ളതാണ്. അതിന് അവർ ചെയ്യേണ്ടത് ഈ കമ്പനികളുടെ പാർട്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളർച്ചയുള്ള ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സെയിൽസ് ഉള്ള കമ്പനികളുടെ, ഇപ്പോൾ ടൈറ്റാൻ ആണെങ്കിലും ആദിത്യ ബിർള ആണെങ്കിലും അങ്ങനെയുള്ള കമ്പനികളുടെ പാർട്ടായിട്ട് അവർ മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വാർണിംഗ് കൂടിയാണ്. അതായത് പണം കയ്യിലില്ലാതെ വലിയ രീതിയിൽ ലിവറേജ് ചെയ്യുക, ചെലവ് ചെയ്യുക, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വലിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അവസാനം കടക്കണിയിൽ പോവുക. അതൊരു ട്രെൻഡ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇടക്കാലത്ത് അത് ഉണ്ടായിരുന്നു, അത് വീണ്ടും ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് എന്ന പോയിന്റാണ് പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അതിന് പകരം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ട ആ നേട്ടങ്ങൾ നിക്ഷേപ മാർഗങ്ങളിലൂടെയിലേക്ക് ആ പണം തിരിഞ്ഞ് ചെറിയൊരു പെർസെന്റേജ് എങ്കിലും വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് ആ പറഞ്ഞത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ചില സംശയങ്ങൾ, ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അജേഷ്, അദ്ദേഹം ഹിൻഡാൽകോ, വണ്ടർല, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, റിലയൻസ് തുടങ്ങിയ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. മറ്റ് ചില ആക്സിസ് ബാങ്ക്, SBI, ICICI ബാങ്ക്, L&T, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനികൾ ഈ സാഹചര്യത്തിൽ മേടിക്കാൻ കഴിയുമോ എന്നും ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ്. അപ്പോൾ ഒരു ബുൾ റൈഡ് ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. ഇനിയും വലിയൊരു സ്പേസ് മാർക്കറ്റിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഹിൻഡാൽകോ എടുക്കുകയാണെങ്കിലും റീസെൻ്റ് ആയിട്ട് തന്നെ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ ഹിൻഡാൽകോയിൽ നേരിട്ടു. അഗെയിൻ 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. ദെൻ 118 എന്ന് പറയുന്ന ലെവൽ വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഈ കമ്പനിയിൽ എന്തെങ്കിലും ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് വരാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ 140 ആണ്. ഈവൻ കറന്റ് വാല്യൂ പോലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഹിൻഡാൽകോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ വണ്ടർല 280 ആൻഡ് 250. ഈ സ്റ്റോക്ക് ലോങ് ടൈം വ്യൂവിൽ ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. 280 ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് ലെവലാണ്. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അഗൈൻ ഒരു റീ എൻട്രി ചെയ്യാവുന്ന, മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രമേ ഈ ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. 345 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന അതൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആണ്. മാർക്കറ്റ് ടോട്ടൽ മാർക്കറ്റ് ബുള്ളിഷ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് ഈ സ്റ്റോക്കിന്റെ വാല്യൂ കറക്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല, അതുകൊണ്ട് സ്റ്റോക്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള മൂവ് സംഭവിച്ചില്ല. 24 ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു മേജർ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴും ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്ക്. ആ സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. 30 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസും ഈ റാലിയിൽ ഇപ്പോഴും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ലെവലിലുള്ള ഗ്യാസിന്റെ പ്രൈസ് ഫിക്സേഷൻ, ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു, വന്നേക്കാം. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂ, അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ്. ഒരു ഫെയർ വാല്യൂ റിലയൻസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ 1200 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഒരു ഫെയർ വാല്യൂ എന്ന് പറയുന്ന റിലയൻസിനെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ 1200 ലെവൽ വരെ വരാം. ഇപ്പോഴും ഈ ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 924 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 900 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത കുറവാണ്. 1000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 1000 ലെവൽ വരുമ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യണം. കാരണം 1000 ലെവൽ വന്ന് ആ 1000 ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും സ്റ്റോക്കിൽ വീണ്ടും ഒരു കറക്ഷൻ 960ലേക്ക് വീണ്ടും മൂവ് ചെയ്യാം. അപ്പോൾ അഗൈൻ ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ദെൻ ആക്സിസ് ബാങ്ക് 400, 382 ലെവൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. 400 എന്ന് പറയുന്ന ലെവൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ ഇനിയും സെല്ലിംഗ് സംഭവിക്കാം. കാരണം ഷാർപ്പായിട്ടുള്ള ഫോൾ മാർക്കറ്റിൽ സംഭവിച്ചില്ലെങ്കിലും കറക്ഷൻസ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ കറക്ഷൻസ്. ദെൻ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, L&T പോലെയുള്ള വളരെയധികം സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ എനിക്കൊന്ന് 2 എപ്പിസോഡ് മുമ്പ് മാർക്കറ്റ് വാച്ചിൽ നമ്മൾ ബൈ റെക്കമെൻഡ് ചെയ്തതാണ്. ഇപ്പോഴും മേടിക്കാൻ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ട്രേഡിംഗ് ആംഗിളിൽ മേടിക്കുക എന്നുള്ളത്. അതിന് സ്റ്റോക്ക് എല്ലാം ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കും ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കാണ്. എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച്. സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. ഒരു സിംഗിൾ എൻട്രിയിലുപരി ക്യാപിറ്റൽ അലോക്കേഷൻ ഒരു കൃത്യമായി 30-40 അല്ലെങ്കിൽ 30-40 എന്നുള്ളൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത്. കാരണം മാർക്കറ്റിൽ ഏത് സമയത്തും കറക്ഷൻ സംഭവിക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് 1 മന്ത് അത് കണ്ടതാണ്. കാരണം ഇന്ത്യൻ കമ്പനികൾ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു, ഇന്ത്യയിലെ വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെന്റ്, ഈ സമയത്താണ് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചത്. നിഫ്റ്റി 7800ലേക്ക് മൂവ് ചെയ്തതിലുപരി സ്റ്റോക്കിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ചു. ഇപ്പോഴും സ്റ്റീൽ സെക്ടർ ഷാർപ്പായുള്ള കറക്ഷൻ
ലാണ് ഇരിക്കുന്നത്. കാരണം അതൊരു ചൈനയുടെ മോശം ഡാറ്റ, ഗ്ലോബൽ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബെറ്റ് എടുക്കാവുന്നവരെ സംബന്ധിച്ച് മെറ്റൽ സെക്ടർ ഒരു ബെറ്റാണ്. കാരണം ബെറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ പോലെയുള്ള സ്റ്റോക്കിൽ ഒരു ബെറ്റ് എടുക്കാവുന്നതാണ്. ലോങ് ടൈം വ്യൂവിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ ഒരു വളരെ പോസിറ്റീവാണ്. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും. ഈ ബാങ്കിലൊക്കെ ഇപ്പം ഞാൻ ദീപാവലി ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴും 2600 മൂവ് ചെയ്യുന്നത്. അപ്പോൾ 3600 വരെ പോയൊരു സ്റ്റോക്കാണ്, ഇപ്പോഴും ഡിസ്കൗണ്ട് വാല്യൂയിലാണ് സ്റ്റോക്ക്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാവും, ലാർസൻ ആൻഡ് ട്രൂബ്രോ ഉണ്ടാവും. ഇത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ടാവും, ITC ഉണ്ടാവും, ടൈറ്റാൻ ഉണ്ടാവും, ബുദ്ധിമുട്ടില്ലാതെ തന്നെ പഠിക്കാവുന്ന. അതെ, മാരുതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഇനീഷ്യലി ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുക. ദെൻ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോക്കുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യാം, പിന്നീട് പഠിക്കുക. കാരണം വളരെയധികം സ്റ്റോക്കുകൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നമ്മൾ ഹിൻഡാൽകോ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും 280 അല്ലെങ്കിൽ 300 പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതേ സമയത്ത് ഒരു 20 റുപ്പീസ് 30, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് 25 നിന്ന് 50 ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ട് വരാം. റിലയൻസ് ഈ റേഞ്ചിൽ നിന്ന് 2000 പോകണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റാലി സംഭവിക്കണം. അപ്പോൾ ആദ്യം ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ബാലപാഠങ്ങൾ പഠിക്കുക. ദെൻ പതുക്കെ അവർ ഓരോ ചെറിയ സ്റ്റോക്കുകളും അതിന്റെ മൂവൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷം മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലേക്ക് അവർ മൂവ് ചെയ്യാം. പ്രൈസ് കുറഞ്ഞു എന്നുള്ളത് ഒരു കൺസിഡറേഷൻ ആയിട്ട് എടുക്കരുത്. ഇതിന്റെ കൂടെ ഒരു സ്റ്റോക്കിന്റെ കാര്യം കൂടി അനീഷ് അദ്ദേഹം ബഹ്റിനിൽ നിന്ന് ചോദിക്കുകയാണ്. സ്നോമാൻ ലോജിസ്റ്റിക്സ്, അതായത് കോൾഡ് ചെയിൻ മേഖലയിൽ ഈയിടെ ലിസ്റ്റ് ചെയ്തതാണ്, 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. വലിയ സാധ്യതകളുണ്ടെന്ന് നമ്മളന്ന് മാർക്കറ്റ് വാച്ചിൽ സംസാരിക്കുകയും ചെയ്തു. അല്ല, അതിനുശേഷം 100+ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എഗൈൻ അവരൊരു ലീഡർ തന്നെയാണ് ഒരു സെക്ടറിൽ. എനിക്കൊന്ന് ആ സ്റ്റോക്ക് എഗൈൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 75 ലെവലിൽ അത് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു 25% റിട്ടേൺ ആ സ്റ്റോക്കിൽ കൊടുത്തു. അപ്പോൾ എഗൈൻ 90 എന്ന് പറയുന്ന ഒരു സേഫർ ഫസ്റ്റ് ലെവലാണ്. ദെൻ 75. ഈ സ്റ്റോക്കിൽ എക്സ്പോഷർ എടുക്കുന്നവരെ സംബന്ധിച്ച് 2 സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 90 ഫസ്റ്റ് ലെവൽ, ഒരു 50-60% 90 ലെവൽ. ദെൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ്, ചിലപ്പോൾ നവംബർ ഡിസംബറോടുകൂടി വീണ്ടും മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ സംഭവിക്കാം. എഗൈൻ ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി നല്ലതായിരിക്കും. സ്നോമാനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ അതൊരു കറക്ഷനിൽ കിട്ടുന്ന ഒരു വ്യക്തി ഒരല്പം ലോങ് ടൈം, പ്രത്യേകിച്ചും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് രാജ്യം നൽകുന്ന, പുതിയ സർക്കാർ നൽകുന്ന ആ ഒരു പ്രാധാന്യം വെച്ച് പരിഗണിക്കുമ്പോൾ ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ഒന്ന് കീപ്പ് ചെയ്താൽ. അല്ല, സാനൽ അത് പറയുന്നത് കൃത്യമാണ്. കാരണം സ്റ്റേറ്റ് ബാങ്കിലോ LNTയിലോ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി സ്നോമാനിൽ വേണ്ട. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ചാർട്ട് നമ്മൾ 1 ഇയർ എടുക്കുകയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് വളരെ കൂടുതലായിരിക്കും. സ്നോമാൻ ചിലപ്പോൾ 1 സൈഡ് റാലി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജിയോജിത്ത് 1 സൈഡ് റാലി ആയിരിക്കാം. അതിൽ അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1 സൈഡ് റാലിയാണ്. അപ്പോൾ ചില സ്റ്റോക്കുകളിൽ 1 സൈഡ് വളരെ ഷാർപ്പായിട്ടുള്ള റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ ലോങ് ടൈം വ്യൂവിൽ എല്ലാ സ്റ്റോക്കിലും എല്ലാം ഒരേപോലത്തെ സ്ട്രാറ്റജി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എസ്കോട്ട്സും പല ഫിനോലെക്സ് ഒക്കെ നമ്മൾ കണ്ടതാണ് എക്സാമ്പിൾ. 1 സൈഡ് റാലിയാണ്. സ്റ്റേറ്റ് ബാങ്കിലുള്ള സ്ട്രാറ്റജി നമുക്ക് അതിലെടുക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിട്ടേൺ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എസ്കോട്ട്സോ അല്ലെങ്കിൽ പല ഫിനോലെക്സോ എടുക്കുമ്പോൾ മൾട്ടി ഫോൾഡ് ആ റിട്ടേൺ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ റിസ്ക് ചെറുതായിട്ട് നിലനിൽക്കും. അപ്പോൾ ആദ്യം ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ അവരുടെ സ്ട്രാറ്റജി അവർ പഠിക്കുക. ദെൻ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലേക്ക് റേറ്റ് കുറയുക എന്നതല്ല, അതിലുപരി അതിൻ്റെ ഫണ്ടമെന്റൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഒരുപക്ഷെ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ വരുന്ന ഡിസംബറോടുകൂടി മാർക്കറ്റ് ഒരുപക്ഷെ ഒരു 9,000 വരെ പ്രവചിച്ച ആളുകളുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നവംബറിൽ ഒരു ആഗോള തലത്തിൽ, പ്രത്യേകിച്ചും യൂറോപ്പിലുണ്ടായ ഉരുണ്ടുകൂടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂലം വിപണി താഴേക്ക് പോവുകയാണെങ്കിൽ വലിയ കറക്ഷൻ, വൻ കറക്ഷൻ ഇന്ത്യയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും ഈ പറയുന്ന ക്രിസ്മസിന് ലഭിക്കുമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഡിസംബറിൽ ലഭിക്കുമെന്ന് കരുതുന്ന ഈ ഒരു സാന്റാക്ലോസ് റാലി അത് മറഞ്ഞു പോകുമോ? ഇതിൽ മാർക്കറ്റ് ഗ്ലോബൽ ഇഷ്യൂ തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മളൊരു അസസ് ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇപ്പം നമ്മൾ കോൾ ഇഷ്യൂയിൽ തന്നെ ആ സ്മാർട്ട്നെസ് നമുക്ക് കാണാം. അങ്ങനെ കോൾ മൈനിങ്ങിൽ സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നു, അതിന് എഗൻസ്റ്റ് ആയിരുന്നു. ഗവൺമെന്റ് ക്ലീൻ ആയിട്ടുള്ളൊരു മെഷർ അതിലെടുത്തു. കാരണം ആ കോൾ ഇപ്പോൾ ജിൻഡാലിനെ സംബന്ധിച്ചും ഇവർക്കൊക്കെ ഫേവറബിൾ ആയിട്ട് അവർ എത്ര സ്പെൻഡ് ചെയ്തോ, വേറെ ആര് ബിഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സ്പെൻഡ് ചെയ്ത പൈസ അവർക്ക് കൊടുക്കണം. കാരണം ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് ഒക്കെ തന്നെ ഇങ്ങനെയുള്ള വളരെയധികം ഫ്രീ ആയിട്ടുള്ള അപ്രൂവൽ കൊടുത്തു. അപ്പോൾ അതിന്റെ ക്ലീനിങ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ റൈഡ് എന്ന് പറയുന്ന 9,000 എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം
മാർക്കറ്റ് 9,000 ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, പക്ഷേ ഒരു 8,500 ഇമ്മീഡിയറ്റ് വരാനുള്ള ഒരു സാധ്യത ഡിസംബറിന് മുമ്പ് 8,500 വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഈ റൈഡിൽ തന്നെ വേണമെങ്കിൽ ഈ റൈഡിൽ വരാം. ഈ ഗ്ലോബൽ സിറ്റുവേഷൻ അനുകൂലമാണെങ്കിൽ, കാരണം ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ എല്ലാം തന്നെ മാർക്കറ്റിന് അനുകൂലമാണ്. ഒരു സെൽ ഓഫ് വരികയാണ്. ഫേവറബിൾ ആയ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അത് ഏത് ആംഗിൾ എടുത്താലും അത് അനുകൂലം. അവിടെ ഒരു സാങ്കല്പികമായ ഒരു ചോദ്യം, ഒരുപക്ഷെ ഇപ്പോൾ രാകേഷ് ടുൻജുൻവാലയൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഈ ജുഗർനോട്ട് റോളിംഗ് എന്ന് പറയുന്ന തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ നയപരിഷ്കാരങ്ങളും മറ്റും മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതേ വേഗതയിൽ പോവുകയാണെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക് രാജ്യം വരാം ഒരു 4 വർഷത്തിന് ശേഷം. അങ്ങനെ വന്നാൽ സെൻസെക്സ് എത്രയായിരിക്കും? 1 ലക്ഷം പോയിന്റ് ആവും? 1 ലക്ഷം 60,000 to 70,000 വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇരട്ടയാക്കം വന്നാൽ തീർച്ചയായിട്ടും ഇരട്ടയാക്കം വന്നില്ലെങ്കിൽ തന്നെ ഒരു 60,000 മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി 17-18 കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗവൺമെന്റ് ഇവരുടെ പോളിസി ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് വളരെ ബെറ്ററാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സെൻസെക്സ് 60,000 എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത് ഈ റാലിയുടെ ഇനീഷ്യൽ സ്റ്റേജ് ആണത്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ വാങ്ങുക, അതിന്റെ പാർട്ടായി മാറുക എന്നുള്ളത് ആ ഒരു മെസ്സേജ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നിരിക്കുന്ന ഒരു ലക്ഷണമൊത്ത മാർക്കറ്റാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ തർക്കമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ധനവിലകൾ കുറഞ്ഞു വരുന്നു, ഒപ്പം തന്നെ നാണ്യപ്പെരുപ്പം കുറയുന്നു, രൂപയുടെ മൂല്യം കരുത്താർജിക്കുന്നു. റിസർവ് ബാങ്ക് ഏത് സമയത്ത് വേണമെങ്കിലും ബാങ്ക് വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള നടപടികൾ എടുത്തേക്കാം. സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയേക്കാൻ ഏത് നിമിഷവും അതും സംഭവിച്ചേക്കാം. മൂഡീസ് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയേക്കാം. ഇങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ ഒരുമിച്ച് മികച്ചതായി വരുന്ന ലക്ഷണമൊത്ത ഒരു മാർക്കറ്റ് സൂചനകൾ തീർച്ചയായും ഒരു വലിയ ബുൾ റണ്ണിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.